ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. ഇന്ത്യയോട് നിലപാട് കടുപ്പിച്ച് വീണ്ടും ട്രംപ്. ഇന്ത്യയുമായി വ്യാപാര കരാറോ അതിന്മേൽ ചർച്ചകളോ ഉണ്ടാകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് ചുമത്തിയ ശേഷവും ഇന്ത്യ വഴങ്ങുന്നില്ലെന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതാണ് പിഴ അടക്കം 50% താരിഫ് ചുമത്താൻ കാരണമായി ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത്. ട്രംപിന്റെ താരിഫ് പോരിനിടെ ഇന്ത്യയെ പിന്തുണച്ച് ചൈനയും റഷ്യയും രംഗത്ത്. ട്രംപിന്റെ താരിഫ് നയം രാജ്യാന്തര ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൈനയും വ്യാപാര പങ്കാളിയെ നിശ്ചയിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ടെന്ന് റഷ്യയും വ്യക്തമാക്കിയിരിക്കുന്നു. റഷ്യൻ ചൈനീസ് നേതാക്കളുമായി സമവായ ചർച്ചകൾ US അധികൃതർ നടത്തുന്നതിനിടെയാണ് ട്രംപ് ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്. ചൈനയുമായി വ്യാപാര കരാർ ചർച്ചകൾ നടക്കുകയാണെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസന്റും പറഞ്ഞിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ട്രംപ് വൈകാതെ ചർച്ച നടത്തുന്നുണ്ട്. എന്നിട്ടും ട്രംപ് ഇന്ത്യക്കെതിരെ റഷ്യൻ എണ്ണയെ ചൊല്ലി നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ ഇന്ത്യ US വ്യാപാര ചർച്ചയിൽ US കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തുറന്നു കിട്ടണമെന്നും തിരുവ ഈടാക്കരുതെന്നും US ആവശ്യപ്പെട്ടത് ഇന്ത്യ അംഗീകരിച്ചിരുന്നില്ല. ജനിതകമാറ്റം വരുത്തിയ കാർഷിക വിളകൾ ഇന്ത്യയിൽ വിൽക്കാൻ അനുവദിക്കണമെന്ന ആവശ്യത്തോടും ഇന്ത്യ മുഖം തിരിച്ചു. ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് താനാണെന്ന ട്രംപിന്റെ വാദവും ഇന്ത്യ അംഗീകരിച്ചില്ല. ഇക്കാര്യങ്ങളിൽ ട്രംപിനുണ്ടായ നീരസമാണ് റഷ്യൻ എണ്ണ വിഷയമാക്കി ട്രംപ് ഇന്ത്യക്കെതിരെ നീങ്ങിയതെന്ന വിലയിരുത്തലുണ്ട്. ചൈന, ടർക്കി, നെതർലാൻഡ്സ്, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും റഷ്യൻ എണ്ണയും മറ്റും വാങ്ങുന്നുണ്ട്. ഇവയ്ക്കെതിരെ ട്രംപ് കടുത്ത നിലപാടെടുത്തിട്ടില്ല. റഷ്യക്കെതിരെ ഉപരോധം ഘടിപ്പിച്ച അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇപ്പോഴും രാസവളം, രാസവസ്തുക്കൾ, പലേഡിയം, യുറേനിയം എന്നിവ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ഇരട്ടത്താപ്പാണെന്ന് ഇന്ത്യ പറയുന്നു. ഇന്ത്യക്ക് മേൽ 50% തീരുവ പ്രഖ്യാപിച്ച ട്രംപിന്റെ നടപടി അകാരണവും അന്യായവുമാണെന്ന് ഇന്ത്യ പ്രതികരിച്ചു. രാജ്യത്തെ കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ട്രംപിനുള്ള പരോക്ഷ മറുപടിയായി പ്രധാനമന്ത്രി മോദിയും പറഞ്ഞു. ഇന്ത്യക്കെതിരെ 50% ടാക്സ് ഏർപ്പെടുത്തിയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്ന് നിലപാട് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപ്പര്യങ്ങൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. കർഷകരുടെ താൽപ്പര്യമാണ് ഞങ്ങളുടെ പ്രധാന മുൻഗണന. ഇന്ത്യ ഒരിക്കലും കർഷകരുടെയും ക്ഷീരകർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപ്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. ഇതിന് വ്യക്തിപരമായി ഞാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അതിന് തയ്യാറാണ്. രാജ്യത്തെ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ക്ഷീരകർഷകർക്കും വേണ്ടി ഇന്ത്യയും തയ്യാറാണ്. ദില്ലിയിൽ നടന്ന MS സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ ഇറക്കുമതിക്ക് ടാക്സ് 50% മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഭീഷണി ഉയർത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടുതൽ ടാക്സ് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മുതിർന്ന മന്ത്രിമാരുമായി ഇന്ന് ചർച്ച ചെയ്യും. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനം ചൂണ്ടിക്കാട്ടി ചില പ്രതിപക്ഷ MPമാർ പാർലമെന്റിൽ നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിഴ കൂടി ഈടാക്കുന്ന ഉത്തരവിലാണ് ഒപ്പിട്ടത്. 3 ആഴ്ചയ്ക്ക് ശേഷം പ്രാബല്യത്തിൽ വരുന്ന നിലപാടിലാണ് ട്രംപിന്റെ ഉത്തരവ്. ട്രംപിന്റേത് അന്യായവും ദൗർഭാഗ്യകരവുമായ നടപടിയെന്നാണ് ഇന്ത്യയുടെ വിമർശനം. ഇന്ത്യക്ക് 3 ആഴ്ചത്തെ സമയം മാത്രമാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയേക്കാൾ കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന. ചൈനയ്ക്ക് 90 ദിവസത്തെ സമയമാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ഇതടക്കമുള്ള ഇരട്ടത്താപ്പിനെതിരെയുള്ള ശക്തമായ വിമർശനമാണ് ഇന്ത്യ ഉയർത്തുന്നത്. വ്യാപാര കരാറിലെ ചർച്ചകൾക്ക് US ഉദ്യോഗസ്ഥർ ഈ മാസമാണ് ഇന്ത്യയിലെത്തുന്നത്. അത് ഇതുവരെ റദ്ദാക്കിയിട്ടില്ല. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് റഷ്യയിലെത്തി ചർച്ചകൾ നടത്തും. ട്രംപിന്റെ തീരുമാനത്തെ കരുതലോടെ നേരിടുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. എന്തായാലും ഈ തിരുവാപ്രഹരം സർക്കാരിനുമേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദവും ശക്തമാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. ആഗോള വളർച്ചയിൽ ഇന്ത്യയുടെ സംഭാവന 18%. എന്നാൽ US-ന്റേത് 11% മാത്രമാണെന്നും RBI ഗവർണർ പറഞ്ഞു. ഇന്ത്യക്ക് 6.5% എന്ന വളരെ ശക്തമായ വളർച്ചാ നിരക്കുണ്ട്. IMF റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ വളർച്ച 6.4% ആണ്. എന്നാൽ ലോകത്തിനിത് 3%. ആഗോള വളർച്ചയ്ക്ക് ഇന്ത്യ ഏകദേശം 18% സംഭാവന ചെയ്യുന്നു. ഇത് US-നേക്കാൾ കൂടുതലാണെന്നും സഞ്ജയ്
മൽഹോത്ര പറഞ്ഞു. 2026-27 വർഷങ്ങളിൽ ഇന്ത്യയുടെ GDP വളർച്ച 6.4% ആയിരിക്കുമെന്നും IMF നേരത്തെ പറഞ്ഞിരുന്നു. US-ൽ നിന്നുള്ള ഉയർന്ന താരിഫ് നിരക്കുകളും രാജ്യാന്തര സംഘർഷങ്ങൾ മൂലമുണ്ടായ അനിശ്ചിതത്വത്തിനിടയിലും ബുധനാഴ്ച പ്രഖ്യാപിച്ച നയത്തിൽ RBI 2026 സാമ്പത്തിക വർഷത്തിലെ യഥാർത്ഥ GDP വളർച്ച 6.5% നിലനിർത്തുമെന്നും റിസർവ് ബാങ്ക് ഗവർണർ അജയ് മൽഹോത്ര അറിയിച്ചു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയും തിരുവച്ചും ഉയർത്തുന്നത് ആലോചിക്കുന്നുണ്ട്. എന്നാൽ ഉടനടിയുള്ള തിരിച്ചടിക്ക് കേന്ദ്ര സർക്കാർ മുതിരുന്നില്ല. സംയമനത്തോടെ ആലോചിച്ച് ഒരു തീരുമാനം എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. US തീരുവ ഭീഷണിക്കിടെ വാഗ്ദാനവുമായി റഷ്യ. ഇന്ത്യക്ക് കുറഞ്ഞ വിലയ്ക്ക് റഷ്യ ക്രൂഡ് ഓയിൽ വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ട്. റഷ്യക്കെതിരായ യൂറോപ്യൻ യൂണിയന്റെ ഉപരോധങ്ങളും US-ന്റെ തീരുവകളും റഷ്യൻ ക്രൂഡ് ഓയിലിന് ഡിമാൻഡ് കുറയ്ക്കുമെന്ന് കണ്ടാണ് റഷ്യ ഇന്ത്യക്ക് വില കുറച്ച് വിൽക്കുവാൻ സന്നദ്ധമാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഡാറ്റ ഇന്റലിജൻസ് സ്ഥാപനമായ ക്ലെപ്പർ ലിമിറ്റഡിനെ ഉദ്ധരിച്ച് NDTV ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യുറാൽസിന്റെ വിലയേക്കാൾ റഷ്യയുടെ ബ്രന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് $5 കുറവാണെന്നാണ് ക്ലെപ്പർ പറയുന്നത്. അമേരിക്കയുമായുള്ള അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വില ഇനിയും കുറയാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിന് പകരം മറ്റ് മാർഗങ്ങൾ തേടുകയെന്നത് ചിലവേറിയതാണെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വാങ്ങുന്നത് കുറച്ചിട്ടുണ്ട്. എന്നാൽ സ്വകാര്യ കമ്പനികൾ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അതേസമയം US-ൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. മെയ് മാസം മുതൽ പ്രതിദിനം 2,25,000 ബാരലായി ഉയർത്തിയതായാണ് ക്ലെപ്പർ റിപ്പോർട്ട് ചെയ്യുന്നത്. 2025 തുടക്കത്തിലുള്ളതിനേക്കാൾ ഇരട്ടിയാണിതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കാൻ രാജ്യങ്ങളുടെ മേൽ US സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെ തുടർന്ന് ഇന്ത്യക്ക് 50% പകരച്ചുങ്കം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഗാസ ഏറ്റെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അനുമതി നൽകിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. മുഴുവൻ പ്രദേശത്തിന്റെയും നിയന്ത്രണം തിരികെ പിടിക്കാനും ഹമാസിനെ എതിർക്കുന്ന സൗഹൃദ അറബ് സൈന്യത്തിന് കൈമാറാനും ഇസ്രായേൽ പദ്ധതിയിടുന്നതായി മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി നെതന്യാഹു പറഞ്ഞിരുന്നു. ഗാസ ഏറ്റെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അനുമതി നൽകിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ്. ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തി മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ തീരുമാനം. മുഴുവൻ പ്രദേശത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കാനും ഹമാസിനെ എതിർക്കുന്ന സൗഹൃദ അറബ് സൈന്യത്തിന് കൈമാറാനും ഇസ്രായേൽ പദ്ധതിയിടുന്നതായി മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി നെതന്യാഹു പറഞ്ഞിരുന്നു. എന്നാൽ പദ്ധതികൾ അതിലേക്ക് എത്തുമോ എന്ന് വ്യക്തമല്ല. ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായും കൈയടക്കുന്നതിനോട് സൈന്യത്തിൽ വിയോജിപ്പുണ്ട്. ഈ നീക്കം ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും ആശങ്കയുണ്ട്. ബന്ദികളുടെ കുടുംബാംഗങ്ങളും ഈ നീക്കത്തെ എതിർക്കുന്നു. ഗാസ പിടിച്ചടക്കാനുള്ള ഒരുക്കവുമായി നെതന്യാഹു സർക്കാർ മുന്നോട്ടു പോകവേ സൈനിക നടപടി തുടരുന്നതിനെ എതിർത്ത് ഇസ്രായേലിൽ അഭിപ്രായ വോട്ടെടുപ്പുകൾ തുടങ്ങി. ഉടൻ വെടിനിർത്തൽ കരാറുണ്ടാക്കി ബന്ദികളെ മോചിപ്പിക്കണമെന്നാണ് വോട്ടെടുപ്പിൽ ആവശ്യമുയർന്നത്. നിലവിൽ ഗാസയുടെ 75% നിയന്ത്രണം ഇസ്രായേലിന്റെ കൈകളിലാണ്. മൊസാംബിക്കിൽ 6 ക്രൈസ്തവരെ തലയറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ആഘോഷിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ട് തീവ്രവാദികൾ. വാഷിംഗ്ടൺ DC ആസ്ഥാനമായുള്ള തീവ്രവാദ വിരുദ്ധ ഗവേഷണ ഏജൻസിയായ മിഡിൽ ഈസ്റ്റ് മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ മെമ്രിയാണ് ചിത്രങ്ങൾ സഹിതം സംഭവം പുറത്തുവിട്ടത്. മൊസാംബിക്കിൽ 6 ക്രൈസ്തവരെ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ശിരച്ഛേദം ചെയ്തതായി റിപ്പോർട്ട്. ക്രൈസ്തവ ഉന്മൂല ശ്രമങ്ങളുടെ ഭാഗമായി നടന്ന ആക്രമണങ്ങളിൽ 6 ക്രൈസ്തവരെ തലയറുത്തതിനു പുറമെ പള്ളിയും വീടുകളും കത്തിക്കുകയും ക്രൈസ്തവരെ കൊലപ്പെടുത്തുകയും ചെയ്തതായി വാഷിംഗ്ടൺ DC ആസ്ഥാനമായുള്ള തീവ്രവാദ വിരുദ്ധ ഗവേഷണ ഏജൻസിയായ മിഡിൽ ഈസ്റ്റ് മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ മെമ്രി ചിത്രങ്ങൾ സഹിതം പുറത്തുവിട്ട് റിപ്പോർട്ട് ചെയ്തു. ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്നത് നിശബ്ദ വംശഹത്യ എന്നാണ് മെമ്രി വിശേഷിപ്പിച്ചത്. മൊസാംബിക്കിന്റെ വടക്കൻ കാബോ ഡെൽഗാഡു പ്രവിശ്യയിലെ ചിയൂർ ജില്ലയിലെ ക്രിസ്ത്യൻ ഗ്രാമങ്ങളിൽ നടന്ന 4 ആക്രമണങ്ങളുടെ 20 ചിത്രങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റ് മൊസാംബിക് പ്രവിശ്യ അടുത്തിടെ പുറത്തുവിട്ടതായി മെമ്രി വ്യക്തമാക്കി. ഐസിസ് തീവ്രവാദികൾ ഗ്രാമങ്ങൾ ആക്രമിക്കുന്നതും പള്ളിയും വീടുകളും കത്തിക്കുന്നതും ചിത്രങ്ങളിൽ വ്യക്തമാണെന്ന് മെമ്രി പറഞ്ഞു. തീവ്രവാദികൾ ക്രൈസ്തവരെ തലയറുത്ത് കൊല്ലുന്നതും മറ്റു തീവ്രവാദികൾ അത് ആഘോഷിക്കുന്നതും ചിത്രങ്ങളിൽ കാണാമെന്ന് മെമ്രി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. അന്താരാഷ്ട്ര നിശബ്ദതയിലൂടെയുള്ള മൗന പിന്തുണ ആഫ്രിക്കയുടെ പലയിടങ്ങളിലും തീവ്രവാദ വിളയാട്ടങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലേക്കാണ് വർദ്ധിക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ആഗോളതലത്തിലും പ്രത്യേകിച്ച് അമേരിക്കയിലും പ്രമുഖരായ വാർത്താ നിർമ്മാതാക്കളിൽ ഏറ്റവും കൂടുതൽ ജനസമ്മതനായ ലിയോ 14 പാപ്പ തന്നോടൊപ്പം വാർത്തകളിൽ സ്ഥാനം പിടിച്ച മറ്റ് 14 പേരെയുംക്കാൾ കൂടുതൽ ജനകീയത പാപ്പ നേടിയെന്ന് ഗാലപ്പ് പോൾ ഫലങ്ങൾ വെളിപ്പെടുത്തുന്നു. വാർത്തകൾ സൃഷ്ടിക്കുന്നവരിൽ ഏറ്റവും ജനകീയനായ പ്രമുഖൻ ആരെന്ന് കണ്ടെത്താൻ
അമേരിക്കയിലെ വാഷിംഗ്ടൺ DC ആസ്ഥാനമായുള്ള അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയായ ഗാലപ്പ് ഇൻകോർപ്പറേറ്റഡ് നടത്തിയ വോട്ടെടുപ്പിലാണ് പ്രമുഖരായ മറ്റ് 13 പേരെക്കാളും ജനസമ്മതനായി ലിയോ 14 പാപ്പ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിലും ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയയിലും താമസിക്കുന്ന മുതിർന്നവരിലാണ് സർവേ നടത്തിയത്. വാർത്താ നിർമ്മാതാക്കളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും എലോൺ മസ്കിനെയും വ്ളാഡിമിർ സെലൻസ്കിയെയും പിന്തള്ളിയാണ് ജനഹൃദയങ്ങളിൽ ലിയോ 14 പാപ്പ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ജൂലൈ 7 മുതൽ 21 വരെ നടത്തപ്പെട്ട പോളിംഗിൽ പങ്കെടുത്തവരോട് വാർത്തകൾ സൃഷ്ടിക്കുന്ന വ്യക്തികളോടുള്ള ജനങ്ങളുടെ സമീപനം എന്താണെന്നായിരുന്നു സർവേ പ്രധാനമായും ലക്ഷ്യം വെച്ചത്. ലിയോ പാപ്പായ്ക്ക് തന്റെ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തനാകുന്ന ഒരു കാര്യമെന്തെന്നാൽ ലിബറലുകൾക്കിടയിൽ പോലും അദ്ദേഹത്തിന്റെ അനുകൂല റേറ്റിംഗ് യാഥാസ്ഥിതികരെക്കാൾ കൂടുതലാണ് എന്നതാണ്. പോളിംഗിൽ ഏറ്റവും അനുകൂല റേറ്റിംഗ് ലിയോ 14 പാപ്പായ്ക്കായിരുന്നു. 2ാം സ്ഥാനത്തെത്തിയത് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയാണ്. പരിവാർ സംഘടനകളുടെ ക്രൈസ്തവ വേട്ട അവസാനിപ്പിക്കണമെന്ന് സീറോ മലബാർ സഭ. സംഘ് പരിവാർ സംഘടനയായ ബജരംഗ് ദൾ ഒഡീഷയിൽ മലയാളി കത്തോലിക്ക വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച സംഭവത്തിൽ സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ അതിശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഓഗസ്റ്റ് 6 ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഒഡീഷ ജലേശ്വർ ജില്ലയിലെ ഗംഗാധർ ഗ്രാമത്തിലാണ് മതപരിവർത്തനം ആരോപിച്ച് ആക്രമണം ഉണ്ടായത്. സംഘപരിവാർ സംഘടനകളുടെ തീവ്ര നിലപാടുകൾ മൂലം ജീവിക്കാൻ തന്നെ കഴിയാത്ത വിധം അരക്ഷിതാവസ്ഥയിലാണ് ക്രൈസ്തവരെന്നും സീറോ മലബാർ സഭ ആശങ്ക രേഖപ്പെടുത്തി. ഒഡീഷ ഭരിക്കുന്നത് BJP ആണെന്നോർക്കുക. ക്രിസ്ത്യാനികളെ ഇവിടെ വേണ്ട, നിങ്ങളിവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് അക്രമികൾ വിളിച്ചു പറയുന്നതായി ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി. സംഭവസ്ഥലത്ത് പോലീസ് എത്തിയെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ല എന്നത് നിയമ സംവിധാനങ്ങളെ വർഗീയ ശക്തികൾ നിയന്ത്രിക്കുന്നതിന്റെ തെളിവാണെന്ന് സിറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഛത്തീസ്ഗഡിൽ നിയമം കയ്യിലെടുത്ത് അഴിഞ്ഞാടിയിട്ടും ഭരണകൂടം ഒരു നടപടിയും ഇവർക്കെതിരെ എടുക്കാൻ തയ്യാറാവാത്തതാണ് വീണ്ടും ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ആക്രമിക്കാനും പരിവാർ സംഘടനകൾക്ക് ധൈര്യം നൽകുന്നതെന്ന് സിറോ മലബാർ സഭ പ്രസ്താവിച്ചു. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും പരിവാർ സംഘങ്ങളുടെ തീവ്ര നിലപാടുകൾ മൂലം ജീവിക്കാൻ തന്നെ കഴിയാത്ത വിധം അരക്ഷിതാവസ്ഥയിലാണ് ക്രൈസ്തവരെന്നും ആശങ്ക പ്രകടമാക്കി. ജനാധിപത്യ അവകാശങ്ങൾക്കുമേൽ കടന്നുകയറുന്ന വർഗീയ സംഘങ്ങൾ ഭാരതത്തിന്റെ മതേതര സ്വഭാവത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ക്രൈസ്തവർക്കു നേരെ വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടുകയും ക്രൈസ്തവർക്ക് നീതി ഉറപ്പാക്കുകയും വേണമെന്നും സിറോ മലബാർ സഭ ആവശ്യപ്പെട്ടു. ബാലസോർ രൂപതയുടെ കീഴിലുള്ള വൈദികരായ ഫാദർ ലിജോ നിരപ്പേലും ഫാദർ ജോജോയും 2 കന്യാസ്ത്രീകളും ഏതാനും മിഷൻ പ്രവർത്തകരും ചേർന്ന് മരിച്ചവർക്കായുള്ള കുർബാന അർപ്പിക്കാനാണ് ഓഗസ്റ്റ് 6 ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഗംഗാധർ ഗ്രാമത്തിലെ പള്ളിയിലെത്തിയത്. കുർബാന കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് 70ഓളം വരുന്ന ബജരംഗ് ദൾ പ്രവർത്തകർ വഴിയിൽ തടഞ്ഞു നിർത്തി വൈദികരെയും കൂടെയുണ്ടായിരുന്ന സഹായിയെയും ഭീകരമായി മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് 2 വൈദികരുടെയും മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും വാഹനങ്ങൾക്ക് കേടുവരുത്തുകയും ചെയ്തു. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിന്റെ 2ാം ഭാഗമായ ദി റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റിന്റെ റിലീസ് തീയതികൾ പ്രഖ്യാപിച്ചു. ആദ്യ ഭാഗം 2027 മാർച്ച് 26 ദുഃഖവെള്ളിയാഴ്ചയും 2ാം ഭാഗം 2027 മെയ് 6 കർത്താവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിലും പ്രേക്ഷകർക്ക് മുന്നിലെത്തും. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച് വൻ വിജയമായ ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമയുടെ 2ാം ഭാഗമായ ദി റിസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമയുടെ റിലീസ് തീയതി നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പ്രഖ്യാപിച്ചു. ചിത്രം 2 ഭാഗങ്ങളായാണ് പുറത്തിറക്കുന്നതെന്നും 2027 വിശുദ്ധവാരത്തിൽ റിലീസ് ചെയ്യുമെന്നും ലയൺ ഗേറ്റ്സ് ഫിലിം കമ്പനി പ്രഖ്യാപിച്ചു. ചിത്രത്തിന്റെ ആദ്യ ഭാഗം 2027 മാർച്ച് 26 ദുഃഖവെള്ളിയാഴ്ച റിലീസ് ചെയ്യും. 2ാം ഭാഗം ഏതാനും ആഴ്ചകൾക്ക് ശേഷം മെയ് 6 സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിൽ റിലീസ് ചെയ്യും. ഓഗസ്റ്റ് 5 എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് പ്രേക്ഷകരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് ലയൺ ഗേറ്റ്സ് ഔദ്യോഗികമായി തീയതി പ്രഖ്യാപിച്ചത്. ഈ തലമുറയിലെ ലോകമെമ്പാടുമുള്ള നിരവധി പ്രേക്ഷകർക്ക് ദി റിസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിസ്മയകരവും അതിശയിപ്പിക്കുന്നതുമായ ചിത്രമായിരിക്കുമെന്ന് ലയൺ ഗേറ്റ്സ് മോഷൻ പിക്ചർ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആദം ഫൊഗൻസൺ പത്രക്കുറിപ്പിൽ പറഞ്ഞു. ലയൺ ഗേറ്റ്സിന്റെ ഇടപെടലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ദി റിസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ചിത്രത്തിന് ഇതിലും മികച്ച ഒരു വിതരണക്കാരനെ തനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നും സിനിമയുടെ സംവിധായകൻ മെൽ ഗിബ്സൺ പറഞ്ഞു. യേശുവിന്റെ വേഷം കൈകാര്യം ചെയ്ത ജിം കാവിയേഴ്സൽ തന്നെയായിരിക്കും യേശുവിനെ വീണ്ടും അവതരിപ്പിക്കുക. ആദ്യ സിനിമ പുറത്തിറങ്ങി 20 വർഷത്തിലേറെയായി എന്ന വസ്തുത നിലനിൽക്കുന്നതിനാൽ CGI ഡി-ഏജിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന് ഗിബ്സൺ നേരത്തെ പങ്കുവച്ചിരുന്നു. 2004 മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ചിത്രം സിനിമാ ചരിത്രത്തിലെ
നാഴികക്കല്ലായിരുന്നു. 30 ദശലക്ഷം ഡോളർ ചിലവഴിച്ച് നിർമ്മിച്ച സിനിമ ആഗോളതലത്തിൽ 611 ദശലക്ഷം ഡോളറാണ് വാരിക്കൂട്ടിയത്. 370.8 ദശലക്ഷം ഡോളറിന്റെ കളക്ഷനുമായി വടക്കേ അമേരിക്കയിൽ R-റേറ്റഡ് ചിത്രത്തിൽ ഏറ്റവും വലിയ തുക സ്വന്തമാക്കിയ ചിത്രം കൂടിയാണ് പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ്. ഇതിന്റെ രണ്ടാം ഭാഗത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രൈസ്തവ ലോകം. ഐക്കൺ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ദി റിസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ്. ഞാൻ കാണുന്നത് എനിക്ക് വിശ്വസിക്കാനായില്ല. നേപ്പിൾസ് ദേവാലയത്തിൽ വിശുദ്ധ ഷെർബേലിന്റെ തിരുനാൾ ദിനത്തിൽ അത്ഭുതം. കാലിയായ പാത്രം അത്ഭുതകരമായി തൈലം കൊണ്ട് നിറഞ്ഞ സംഭവം പങ്കുവെച്ച് ദേവാലയ റെക്ടർ മോൺസിഞ്ചൂർ പാസ്കൽ സിൽവസ്ട്രി. ഞാൻ കാണുന്നത് എനിക്ക് വിശ്വസിക്കാനായില്ല. നേപ്പിൾസിലെ സാൻ ഫെർണാണ്ടോ ദേവാലയത്തിൽ വിശുദ്ധ ഷെർബേലിന്റെ തിരുനാൾ ദിനത്തിൽ നടന്ന അത്ഭുതം വിശദീകരിച്ച ദേവാലയത്തിന്റെ റെക്ടർ മോൺസിനോർ പാസ്കൽ സിൽവസ്ത്രിയുടെ വാക്കുകളാണിത്. 500ഓളം വിശ്വാസികളുടെ തലയിൽ അഭിഷേകം ചെയ്ത് കാലിയായ പാത്രം അത്ഭുതകരമായി തൈലം കൊണ്ട് നിറയുകയായിരുന്നു. വിശുദ്ധ ഷെർബേലിന്റെ ജന്മനാടായ ലെബനോനിലെ ദേവദാരു മരങ്ങളുടെ ഗന്ധമാണ് ആ തൈലത്തിനുള്ളത്. ജൂലൈ 24 വിശുദ്ധ ഷെർബേലിന്റെ തിരുനാൾ ദിനത്തിൽ സാൻ ഫെർണാണ്ടോ ദേവാലയത്തിൽ നടന്ന ഈ അത്ഭുതം ലെബനീസ് സന്യാസിയായ വിശുദ്ധ ഷെർബേലിന്റെ മധ്യസ്ഥതയാലാണ് സംഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ജൂലൈ 24 വിശുദ്ധ ഷെർബേലിന്റെ തിരുനാൾ ദിനത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് മോൺസിനോർ പാസ്കൽ സിൽവസ്ട്രിയാണ് കാർമ്മികത്വം വഹിച്ചത്. നിരവധി രോഗികളടക്കം 500-ലധികം ആളുകൾ അതിൽ പങ്കെടുത്തു. ദിവ്യബലിയുടെ അവസാനം മോൺസിനോർ വിശ്വാസികളെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ തുടങ്ങി. ഇത്രയും ആളുകൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതിനാൽ പാത്രം ഏതാണ്ട് ശൂന്യമായ ഒരു സമയം വന്നു. അവിടെയുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയില്ലെന്ന് ഞാൻ ഭയപ്പെട്ടു. ജൂലൈ 27 സെന്റ് ഷെർബേലിന്റെ മുൻ പോസ്റ്റ്ലേറ്ററായ ഫാദർ ഏലിയാസ് ഹംഹൌറിക്ക് അയച്ച കത്തിൽ അദ്ദേഹം വിശദീകരിച്ചു. എന്നിരുന്നാലും കുപ്പി ശൂന്യമാകുന്നതുവരെ ഓരോ രോഗിയെയും അഭിഷേകം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഞാൻ കുപ്പിയടച്ച് വീണ്ടും സേഫിൽ വെച്ചപ്പോൾ അത് വീണ്ടും നിറഞ്ഞിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കാണുന്നത് എനിക്ക് വിശ്വസിക്കാനായില്ല. പാത്രം വീണ്ടും നിറഞ്ഞുവെന്നും മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ഭാരമുള്ളതാണെന്നും മനസ്സിലാക്കിയ അദ്ദേഹം ബലിപീഠത്തിന്റെ അടുത്തേക്ക് വന്ന് വിശ്വാസികളോട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. ഇത് അത്ഭുതമാണെന്ന് വ്യക്തമായതിനെ തുടർന്ന് കാനൂൺ നിയമപ്രകാരം വിശുദ്ധന്റെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തെന്നും മോൺസിനോർ പാസ്കൽ വ്യക്തമാക്കി. ഈ അത്ഭുതത്തിന്റെ പശ്ചാത്തലത്തിൽ ദേവാലയത്തിൽ വിശുദ്ധ ഷെർബേലിന്റെ ഒരു പെയിന്റിംഗ് സ്ഥാപിച്ചതിനെ തുടർന്ന് ഉണ്ടായ ഒരു അനുഭവവും മോൺസിനോർ പങ്കുവച്ചു. ഞാൻ ഈ പെയിന്റിംഗ് സ്ഥാപിച്ച രാത്രിയിൽ വിശുദ്ധ ഷെർബേൽ എന്നെ നോക്കി ചിരിക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. ഇതെന്നെ ആകർഷിച്ചു. കാരണം വിശുദ്ധ ഷെർബേലിന്റെ ഫോട്ടോ എല്ലായ്പ്പോഴും വളരെ ഗൗരവമുള്ള ഒരു മനുഷ്യന്റേതാണ്. പക്ഷെ അദ്ദേഹം എന്നെ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു. മാരണേറ്റ് വൈദികനും സന്യാസിനിയുമായ ലെബനീസ് വിശുദ്ധനാണ് ഷെർബേൽ. 1898 ഡിസംബർ 24 ദൈവസന്നിധിയിലേക്ക് യാത്രയായ അദ്ദേഹത്തെ വിശുദ്ധ പോൾ 6-ാമൻ മാർപ്പാപ്പ 1965 ഡിസംബർ 5 വാഴ്ത്തപ്പെട്ടവനായും 1977 ഒക്ടോബർ 9 വിശുദ്ധനായും പ്രഖ്യാപിച്ചു. 74 വർഷങ്ങൾ സൺഡേ സ്കൂൾ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച പാം നോൾസ് ഗിന്നിസ് റെക്കോർഡ് ഉടമ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ 70 വർഷത്തെ റെക്കോർഡാണ് ഇംഗ്ലണ്ട് സ്വദേശിയായ പാം മറികടന്നത്. വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ മേഴ്സിസൈഡിൽ നിന്നുള്ള ഒരു സൺഡേ സ്കൂൾ അധ്യാപിക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം സൺഡേ സ്കൂൾ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡിന് ഉടമയായി. കൗമാരപ്രായത്തിൽ തന്നെ അധ്യാപനയാത്ര ആരംഭിച്ച പാം നോൾസ് 1951 സെപ്റ്റംബർ മുതൽ എല്ലാ ഞായറാഴ്ചകളിലും സെന്റ് ആൻസ് എഗ്ബർത്ത് പള്ളിയിൽ 3 മുതൽ 5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം സൺഡേ സ്കൂൾ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച വ്യക്തിയായി 2025 ജനുവരി 12 പാമിനെ ഔദ്യോഗികമായി അംഗീകരിച്ചത്. പാമിന്റെ മകനാണ് റെക്കോർഡിനായി അപേക്ഷ നൽകിയത്. റെക്കോർഡ് സൃഷ്ടിക്കുന്ന സമയത്ത് പാം 73 വർഷവും 104 ദിവസവും പള്ളിയിൽ സേവനമനുഷ്ഠിച്ചു. ഇതോടെ യുണൈറ്റഡ് സ്റ്റേറ്റിലെ ഒരു സ്ത്രീയുടെ 70 വർഷത്തെ റെക്കോർഡാണ് പാം മറികടന്നത്. പതിറ്റാണ്ടുകളായി സെന്റ് ആൻസ് ദേവാലയത്തിലെ നിരവധി റോളുകൾ പാം ഏറ്റെടുത്തിട്ടുണ്ട്. 40 വർഷത്തിലേറെയായി അവർ സൺഡേ സ്കൂൾ സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചു. ജൂലൈ 13 സൺഡേ സ്കൂൾ ടീമിന്റെ അവസാന ഞായറാഴ്ച റെവറൽ ഇയാൻ ഗ്രീവുഡിന്റെ നേതൃത്വത്തിൽ പാമിന്റെ അവിശ്വസനീയമായ സമർപ്പണം ആഘോഷിച്ചു. ലിവർപൂൾ രൂപതയിലെ വിദ്യാഭ്യാസ സംഘത്തിൽ നിന്ന് പ്രത്യേക അഭിനന്ദനങ്ങളും സഭയിൽ നിന്ന് സമ്മാനങ്ങളും പാമിനെ തേടിയെത്തി. ചർച്ച് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ സൺഡേ സ്കൂളിൽ അധ്യാപനം ആരംഭിച്ച നാൾ മുതൽ കുട്ടികളുടെ പെരുമാറ്റം വലിയ സ്വാധീനം ചെലുത്തിയതായി
പാം ഓർമ്മിപ്പിച്ചു. താൻ കുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്നുവെന്നും അവർക്ക് കഥകൾ പറഞ്ഞുകൊടുക്കാൻ ഇഷ്ടപ്പെടുന്നുവെന്നും പാം കൂട്ടിച്ചേർത്തു. ആദ്യ മാതാപിതാക്കൾ മുതൽ കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നോഹയുടെ പെട്ടകം, സിംഹക്കുഴിയിലെ ദാനിയേൽ തുടങ്ങി പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും കഥകളെല്ലാം പാം കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കും. സെന്റ് ആൻസ് ദേവാലയത്തിന്റെ സ്മരണയിൽ പാം എന്നും വളരെയധികം സ്നേഹിക്കപ്പെടുകയും ആഴത്തിൽ ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ലിവർപൂൾ രൂപത പങ്കുവച്ചു. ഇന്നും അവർ ഒരു സൺഡേ സ്കൂൾ ക്ലാസ് പോലും നഷ്ടപ്പെടുത്തുന്നില്ല. തന്റെ വിദ്യാർത്ഥികളായിരുന്നവരുടെ 3ാം തലമുറയെ വരെ ഇന്ന് പാം പഠിപ്പിക്കുന്നു. അവരുടെ അധ്യാപനം നിരവധി തലമുറകളെ സ്പർശിച്ച് വെളിച്ചമായി കടന്നുപോകുന്നു. ഷെക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.